എങ്ങനെ ശശികുമാറൊക്കെ എങ്ങനെയുണ്ട്? ഫാമിലി മൂവി. ഓക്കെ. കണ്ണ് പറയാനത്ത് കണ്ണ് പറയും, ചിരിക്കാനായിട്ട് ചിരിക്കും, കരയാനത്ത് കരയും. അടിപൊളി പടം. എങ്ങനെ എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. കാസ്റ്റിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നാച്ചുറൽ അഭിനയം. നമ്മൾ എന്താ പറയുക, കൈന്നിട്ട് അഭിനയിക്കുന്നൊരു പടമായിട്ട് തോന്നുന്നതേ ഇല്ല. കണ്ണ് പറയാനത്ത് കണ്ണ് നിറഞ്ഞതിന് എല്ലാവരുടെ അഭിനയം പെർഫോമൻസ് എല്ലാം എങ്ങനെ? അടിപൊളി പെർഫോമൻസ്. ஓகே, நல்லா இருக்குது பார்க்குறதுக்கு. ஃபேமிலி மூவிஸ். ஓகே. பட் ஃபேமிலி மட்டும் இல்லை, எல்லோரும் வந்து பார்க்கலாம். ரொம்ப நல்லா இருந்துச்சு, ரொம்ப எமோஷனலாக இருந்துச்சு. அப்புறம் அந்த சின்ன பையன் ரொம்ப காமெடி நல்லா பண்ணியிருந்தான். ஓகே. சசிகுமாரோட பர்ஃபார்மன்ஸ் எப்படி இருக்குது? ரொம்ப நேச்சுரலாக இருந்துச்சு. ஓகே, ரொம்ப நேச்சுரலாக இருந்துச்சு. அப்புறம் ஆக்டிங் இட் மேட் மீ கிரை. ஓகே. நைஸ் ஆக்டிங். அந்த டான்ஸ் கூட ரொம்ப நல்லா இருந்துச்சு. அது காம்பினேஷனாக ஒர்க் ஆகுதா? ரொம்ப நல்லா இருந்துச்சு. ரொம்ப ஒர்க் அவுட் ஆச்சு ஆக்சுவலாக. ரொம்ப நாளுக்கு அப்புறம் நல்ல தமிழ் പടം കൊള്ളാം, നല്ല പടം. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പടം? സൂപ്പറാണ് പടം. എന്താണ് ഇഷ്ടപ്പെട്ടാന്നാണ് പടത്തിൽ? ഇഷ്ടപ്പെട്ടാണ്. ഓക്കെ. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. ഓക്കെ. എങ്ങനെയുണ്ട് പടം? ஓகே. படம் எப்படி இருக்குது மொத்தத்தில்? சூப்பராக இருக்குது, செம்மையாக இருக்குது, பார்க்கலாம். ஓகே. எல்லாரோட பர்ஃபார்மன்ஸ் எப்படி இருக்குது? நல்லா இருக்குது. சசிகுமார் சார் அந்த குட்டி பையன் எல்லாம் நல்லா பண்ணியிருக்காங்க. ഓക്കെ. ടൂറിസ്റ്റ് ഫാമിലി ഇതൊരു ഫീൽ ഗുഡ് ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല നല്ല മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉടനീളമുണ്ട്. പക്ഷേ അതിനേക്കാളും ഏറെ പക്ഷേ അത് പല രംഗങ്ങളും ഒരു അതിനാടകീയമായിട്ട് രംഗങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. പക്ഷേ അതിനെ ഈക്വലൈസ് ചെയ്യാനായിട്ട് കോമഡി രംഗങ്ങൾ വരുന്നുണ്ട്. ആ കോമഡി എല്ലാം ആർക്കായാലും കണക്റ്റാണ്. അത് നമ്മളിപ്പോൾ ഒരു സീരിയസ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴേക്കും പെട്ടെന്നൊരു കോമഡി വരുന്നത്, അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ് സീനിൽ നിൽക്കുമ്പോഴേക്കും പിന്നെ ഒരു കോമഡി, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസ് ഇമോഷണൽ ഒരു സീനിൽ നിൽക്കുമ്പോഴേക്കും പെട്ടെന്നൊരു കോമഡി സീൻ കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സിനിമയെന്ന് വെച്ചാൽ സിനിമയുടെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നും താഴ്ന്നു പോകുന്നുണ്ട്. പക്ഷേ ഇത് ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴത്തേക്കും പിന്നെ നന്മയുള്ള ലോകമേ ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇനി വേറൊരു കാര്യം കൂടെ എനിക്ക് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ട്. അത് എത്ര പേർക്കത് തോന്നിയെന്ന് എനിക്കറിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ വലയത്തെ ഭേദിച്ചുകൊണ്ട് ഇല്ലീഗലായിട്ട്, അതായത് അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വരികയും അവർ പിടിക്കപ്പെടുകയോ എന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സുരക്ഷാ BSF അല്ലെങ്കിൽ മറ്റു സുരക്ഷാ വലയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പോലീസോ ഇവരൊക്കെ അങ്ങനെ ഒരിക്കലും ഒരു സിനിമയിൽ കാണിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പല നോട്ടിഫിക്കേഷൻസ് എഴുതി കാണിക്കാറുണ്ട്. നമ്മൾ മൃഗങ്ങളെ അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതെല്ലാം CG ആണ്, അല്ലെങ്കിൽ ഇതൊരു ഈ ഒരു രംഗങ്ങളിലെല്ലാം ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു സൈൻ. കാരണം ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് അത് തെറ്റാണ്, അത് അനധികൃതമാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു ഒളിച്ചു കടത്തലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അനധികൃത കുടിയേറ്റത്തെ സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു പഞ്ചാര പൊതിഞ്ഞ് വെളുപ്പിച്ചെടുക്കുകയാണ്. അതെനിക്ക് യാതൊരു തരത്തിലും എനിക്കൊരു ഒരു ഇന്ത്യക്കാരനെന്ന രീതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇനി എത്രയൊക്കെ ഒരു നന്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അതൊരു സിനിമയാണ്, ഇതൊരു സിനിമയുടെ ഒരു ആംഗിളിൽ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ടായി എന്ന് ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബജ്രംഗി ഭായ്ജാൻ എന്നൊരു സിനിമയുണ്ട്. അത് വളരെ വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമയിൽ ഒരു പർട്ടിക്കുലർ സീനുണ്ട്, സൽമാൻ ഖാൻ ഇല്ലീഗലായിട്ട് പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. പക്ഷേ അന്നേരം പാകിസ്ഥാനിൽ ആ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ സെൻസർ ബോർഡ് ആ രംഗങ്ങൾ കട്ട് ചെയ്തു. അവർ പറഞ്ഞത് ഇല്ലീഗലായിട്ട് പാകിസ്ഥാനിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ രംഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് അവർ അവിടെ റിലീസ് ചെയ്തത്. ആ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്തില്ല? അല്ലെങ്കിൽ ഇങ്ങനത്തെ രംഗങ്ങൾ കാണിച്ചുള്ളൂ, പക്ഷേ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങളിത് ഇങ്ങനെയാണ്, ഇത് ഇല്ലീഗൽ, ഇതാണ് കുടിയേറ്റം, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് തെറ്റാണ് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ആർക്കും അതിനുള്ള നിയമമായിട്ടുള്ള കാര്യങ്ങൾ, നിയമം മൂലമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കാര്യങ്ങൾ അതൊരു തെറ്റായ ഒരു പ്രവണതയാണെന്ന് ഒരു തരത്തിലുള്ളൊരു ഒളിച്ചു കടത്തലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഫീൽ ഗുഡ്, ഒരു ഓൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്.